Hello my dear students, welcome to my new video. This is Sarita from Sarita's vlog. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. കഴിഞ്ഞ ദിവസം സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് പഠിപ്പിച്ചു തന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആക്കി മാറ്റുന്നതെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്? ഒരു ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനിലൂടെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള റിയാക്ഷൻ റേറ്റിനെ കുറിച്ച് മാത്രമേ അറിവ് കിട്ടുന്നുള്ളൂ. എന്നാൽ ഒരു റിയാക്ഷൻ തുടങ്ങി അത് അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആക്കി മാറ്റണം. ഇത്തരത്തിൽ കിട്ടുന്ന ഒരു ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് ഒരു റിയാക്ഷൻ തുടങ്ങി ഒരു ടി ടൈം കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷനിൽ പ്രസന്റ് ആയിട്ടുള്ള റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എത്ര, പിന്നെ ഒരു റിയാക്ഷൻ ഒരു 2/3 ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എത്ര, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഒരു പെർട്ടിക്കുലർ എക്സ്റ്റെന്റ് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന സമയം എത്ര, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിലൂടെ കിട്ടും. അതൊരു ഡയറക്റ്റ് റിലേഷൻ ആണ്. നമുക്ക് ഇന്ന് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഒരു ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. എന്താണ് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമോ? ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട്, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആർ ദോസ് റിയാക്ഷൻസ് ഹൂസ് റിയാക്ഷൻ റേറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ഓൺലി ഓൺ വൺ റിയാക്ടന്റ് സ്പീഷീസ്. ഒരു റിയാക്ടന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റിയാക്ഷൻ റേറ്റ് നമ്മൾ എപ്പോഴും പറയാറ്, അല്ലെ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എപ്പോഴും ഓർക്കുക, ദ റിയാക്ഷൻ റേറ്റ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദി വൺ റിയാക്ടന്റ് സ്പീഷീസ്. ഒരു റിയാക്ടന്റിനെ ആശ്രയിച്ച് മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ റിയാക്ഷന്റെ റിയാക്ഷൻ റേറ്റ് നമ്മൾ പറയുകയുള്ളൂ. അപ്പൊ നമുക്ക് ഡിറൈവ് ചെയ്ത് തുടങ്ങാം. എല്ലാവരും റെഡിയല്ലേ? Okay. Integrated rate equation for first order reaction, and for that let us consider a general reaction R gives products. നമ്മൾ റിയാക്ഷൻ റേറ്റ് എഴുതുന്നത് രണ്ട് രീതിയിലാണ്, അല്ലെ? ഒന്ന്, റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് dr/dt എന്ന് എഴുതും. ഇത് എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ദി റിയാക്ടൻസ് ആണ്. ഇനി രണ്ടാമത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു k ഇൻടു r⁻1. ഇവിടെ r⁻1 എന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. k എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോ മൈനസ് dr/dt എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷനും k ഇൻടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r⁻1 എന്ന് പറയുന്നത് റേറ്റ് ലോ പ്രകാരം എഴുതുന്ന റേറ്റും ആണ്. ഇത് രണ്ടും റേറ്റ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ ഇക്വേറ്റ് ദീസ് ടു. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് മൈനസ് dr/dt ഇസ് ഈക്വൽ ടു k ഇൻടു ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r, ബിക്കോസ് r⁻1 എന്ന് പറയുന്നത് r അല്ലേ? ഇതാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ഓക്കെ, ഈ ഒരു ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനെയാണ് നമ്മൾ ഇനി ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് വിധേയാക്കുന്നത് കേട്ടോ. അതിനു മുൻപായിട്ട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്, റീഅറേഞ്ച് ദിസ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഇക്വേഷൻ 3 എന്ന് നമ്മളിവിടെ കൊടുത്തു. ഈ ഇക്വേഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോ എങ്ങനെയാണ് കിട്ടുന്നത്? ഒന്ന് ശ്രദ്ധിക്കൂ. ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r/r. ഈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r ഉണ്ടല്ലോ, ഈ r-നെ താഴേക്ക് കൊണ്ടുവന്നു, ഈ dt-നെ ഞാൻ ഇവിടേക്കും കൊണ്ടുവന്നു. ഇതാ നോക്കൂ, ഇത്രയും ചേഞ്ചേ വരുത്തിയിട്ടുള്ളൂ. ആൻഡ് ഓൾസോ മൈനസ് സൈൻ എന്ന് പറയുന്നത് നമ്മുടെ LHS-ൽ നിന്ന് RHS-ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു മൈനസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷനെ ഹോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ആയിരുന്നാലും നമ്മൾക്ക് ഈ ഫോം തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോ d മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r is equal to മൈനസ് k ഇൻറ്റു dt. ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഇതിനെ നമ്മള് 4 എന്ന് കൊടുത്തു, ഇക്വേഷൻ 4. ഇനി on integrating equation 4 on both sides, ഇനി നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യാണ്, ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇതാണ് ഇന്റഗ്രേഷന്റെ സിമ്പല്. ഒരു ലോങ് S ആണ് നമ്മൾ ഇടുക.
integral d, the molar concentration of R by R is equal to minus k into integral dt. ഈ kനെ പുറത്തേക്ക് എടുക്കാൻ കാരണമുണ്ട്, അതൊരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷനെയാണ് ഇന്റഗ്രൽ dt എന്ന് പറയുന്നത്. ഇനി മാത്തമാറ്റിക്കലി ഇങ്ങനെ ഒരു ഫോർമുലാസ് ഉണ്ട്. അതായത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതിലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇന്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln x ആണ്. ഈ ln എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗ് എന്നാണ് നമ്മൾ പറയാ. നാച്ചുറൽ ലോഗ് x ആണ്. ആൻഡ് ഇന്റഗ്രൽ dx is equal to x. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമാണ് ഇതുപോലെ ഇന്റഗ്രേഷൻ വരുന്ന സമയത്ത് നമുക്കതിന് ഈ ഒരു റിസൾട്ട് ഇങ്ങനെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഇന്റഗ്രൽ ഡി ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ആർ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലല്ലേ മക്കളെ? 1 by the molar concentration of R into dr എന്ന ഫോമിലല്ലേ ഇപ്പൊ ഇതിരിക്കുന്നത്. നോക്കൂ, അപ്പൊ അതെന്താ വരിക? ln x എന്നല്ലേ നമ്മൾ എഴുതിയത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഉത്തരം? ഇറ്റ് ഈസ് ln the molar concentration of R. ഇത്രയുള്ളൂ കാര്യം. is equal to minus k into what is integral dt? ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്. അങ്ങനെയെങ്കിൽ ഇന്റഗ്രൽ dt എന്ന് പറഞ്ഞാൽ എത്രയാ? ഇറ്റ് ഈസ് t. അപ്പോ മൈനസ് കെ ടി പ്ലസ് സി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു ഇന്റഗ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാലും അവിടെ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ടാവും. ആ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ് സി കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ചില ബുക്കില് നിങ്ങൾക്ക് സിക്ക് പകരം ഐ എന്ന് കാണാം. നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഐ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ടീച്ചർ സി എന്ന് എഴുതിയത് കൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. റെപ്രസെന്റ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനെ തന്നെയാണ്. ഇനി നമ്മള് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് സി. അതിന് വേണ്ടിയിട്ട് യു ഹാവ് ടു അപ്ലൈ സം കണ്ടീഷൻസ്. എന്ത് കണ്ടീഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? അറ്റ് എ ടൈം ടി ഇസ് ഈക്വൽ ടു 0, ln r is equal to ln r0. അതായത് ഇനീഷ്യൽ ആയിട്ട് തുടക്കത്തില് 0 ടൈം ആണല്ലോ. ആ സമയത്ത് ലോഗ്, അതായത് നാച്ചുറൽ ലോഗ് r എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗ് r0 ആയിട്ട് എടുക്കുന്നു. ln r is equal to ln r0. Now you just substitute the values of t and this natural log, the molar concentration of R in this equation 5. അപ്പൊ നമ്മള് ഈ ഒരു ഇക്വേഷന് 5 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക നോക്കൂ. ln r0, ഈ ആറിനെ നമ്മള് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r0 എന്ന് കൊടുത്തത് കണ്ടോ, ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടീനെ നമ്മൾ എത്രയാ കൊടുത്തത്? 0 ആണ് അല്ലേ. അപ്പോ ഇൻറ്റു 0 പ്ലസ് സി. നമുക്ക് അവസാനം എന്ത് കിട്ടി? സിയുടെ വാല്യൂ കിട്ടി. ഇത് മൊത്തം 0 ആയിട്ട് പോയി. സോ സി ഇസ് ഈക്വൽ ടു ln ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r0 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ സിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. നൗ യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് സി ഇൻ ദിസ് ഇക്വേഷൻ 5. അപ്പൊ ഇക്വേഷൻ 5 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലാണ് നമ്മൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. സിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു റിലേഷനിൽ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R is equal to മൈനസ് കെ ടി പ്ലസ് ദി നാച്ചുറൽ ലോഗ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0. നാച്ചുറൽ ലോഗ് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറയണമെന്നൊന്നുമില്ല. ln molar concentration of R is equal to minus kT plus ln molar concentration of R0. പല ആൾക്കാരും ഈ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയാറൊന്നുമില്ല, ജസ്റ്റ് കോൺസെൻട്രേഷൻ എന്നേ പറയാറുള്ളൂ. നമുക്ക് മോളാർ കോൺസെൻട്രേഷനോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. അപ്പോ നമ്മളെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മളത് പറയുന്നു എന്ന് മാത്രം. ആക്ച്വലി ഇറ്റ് ഇൻഡിക്കേറ്റ് ദി മോളാർ കോൺസെൻട്രേഷൻ. ഓക്കെ, സോ ln R is equal to minus kT plus ln R0, and this is the integrated rate equation for first order reaction. ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ദി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ ഇങ്ങനെ ഒരു ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് എഴുതണം.
എക്സാമിന് ചോദിക്കാറുണ്ട്. ഡിറൈവ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ എഴുതിയിരിക്കണം. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് കുറെ കാര്യങ്ങള്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയാണ് ഇത് ഡിറൈവ് ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത്? ഇനി ശ്രദ്ധിക്കൂ കേട്ടോ, ഞാനിത് മാറ്റിയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾക്ക് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. ഇനി അതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ എങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? ഈ മൈനസ് KT എന്നുള്ള ഈ ഒരു പോർഷനെ നമ്മള് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും ഈ LNR എന്ന് പറയുന്നതിനെ നമ്മള് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും കൊണ്ടുപോകുന്നു. അപ്പൊ എന്ത് കിട്ടും? KT is equal to എന്താ വരുന്നത്? ln the molar concentration of R0 minus ln the molar concentration of R എന്ന് കിട്ടും അല്ലേ? ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ln molar concentration of R0 minus ln molar concentration of R എന്ന് പറയുന്നത് ln the molar concentration of R0 by the molar concentration of R ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി? KT is equal to ln the molar concentration of R0 by R എന്ന് കിട്ടി. ഇനി നമുക്ക് K കണ്ടെത്തി കൂടെ മക്കളെ. K is equal to 1 by T into ln the molar concentration of R0 by the molar concentration of R. Okay, this is the rate constant expression. ഇനി ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് log to the base 10 ആക്കി കൺവേർട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് അറിയാമോ? K is equal to 2.303 by T log the molar concentration of R0 divided by molar concentration of R. And this equation is very, very important. ഇത് നമ്മള് log to the base 10ലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഇത് നാച്ചുറൽ ലോഗ് ആണ്. അപ്പോ നാച്ചുറൽ ലോഗ് ln എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് 2.303 log to the base 10 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ln കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്യാൻ 2.303 ഉണ്ട്. ഇത് മുൻപൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വന്നപ്പോ ഒന്നും കൂടി പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ലോഗ് ടു ദ ബേസ് 10 എന്നിങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, അത് അണ്ടർസ്റ്റുഡ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ലോഗ് ടു ദ ബേസ് 10 ആണെന്ന്. ഓക്കെ, ഇതൊന്നും വേണ്ട കേട്ടോ, എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, വളരെ നല്ലത്. ഇതാണ് റേറ്റ് കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ മറക്കില്ലല്ലോ, this is the integrated rate law equation for first order reaction, and this is the expression for finding rate constant. This is for first order reaction. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിൽ നിന്നാണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതും നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പൊ ഈ ഡെറിവേഷൻ കറക്റ്റ് പഠിച്ചു വെക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു പോവുക. ഇപ്പൊ തന്നെ നമ്മൾ എന്താ പഠിച്ചു കഴിഞ്ഞത്? റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കാം ഫോർ ദി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമ്മൾ നല്ലൊരു എക്സ്പ്രഷനും കണ്ടല്ലോ. എന്തായിരുന്നു ആ എക്സ്പ്രഷൻ? K is equal to 2.303 by T log the molar concentration of R0 by the molar concentration of R. ഇനി നമ്മളെടുത്ത എക്സാമിന് ചോദിക്കാം, എന്താണെന്നറിയോ? വാട്ട് ഈസ് ദ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് ദ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? അപ്പൊ ആൾട്ടർനേറ്റീവ് ഫോം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? അതുവഴി നമുക്ക് കുറെ പ്രോബ്ലംസ് ചോദിക്കും. അപ്പൊ അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ആൾട്ടർനേറ്റീവ് ഫോം കിട്ടാൻ വേണ്ടിയിട്ട് ലെറ്റ് us consider the initial concentration of the reactant R0 as A mole per liter. അതായത് A mole per liter ആണെന്ന് നമ്മൾ കരുതുക. ഏത്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് R0. ആൻഡ് ആഫ്റ്റർ T seconds, അതായത് ഒരു T ടൈം കഴിയുമ്പോ X മോൾ പെർ ലിറ്റർ ഓഫ് ദ റിയാക്ടന്റ് ചേഞ്ചസ് ടു പ്രോഡക്റ്റ്. അതായത് ഇപ്പോ 100 മോൾ പെർ ലിറ്റർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 20 മോൾ പെർ ലിറ്റർ അത് പ്രോഡക്റ്റ് ആയിട്ട് മാറി. അപ്പോ ഇപ്പോ നിലവില് അവിടെ എത്ര കോൺസെൻട്രേഷൻ ഉണ്ട് ആ ഒരു റിയാക്ടന്റിന്? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? 100 ഉണ്ടായിരുന്നു, 20 അവിടെ നിന്ന് റിയാക്ട് ചെയ്തു പോയി. അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്രയുണ്ട്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 100 minus 20.
അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 80. അപ്പൊ 80 മോൾ പെർ ലിറ്റർ ആണ് ഇപ്പൊ നിലവില് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവിടെ ഉള്ള കോൺസെൻട്രേഷൻ. അത് മനസ്സിലാക്കാനൊക്കെ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. Then the concentration of the reactant at that time is A minus X. നമ്മളിത് ജനറൽ ആയിട്ടാണ് പറയുന്നത്. A minus X ആണ് അവിടെ ആ സമയത്തുള്ള മോൾ പെർ ലിറ്റർ. അങ്ങനെയാണെങ്കിൽ the molar concentration of R എന്ന് പറയുന്നത് A minus X ആവില്ലേ? Now substitute the values നമ്മൾ കണ്ടുപിടിച്ച എക്സ്പ്രഷനിൽ കൊടുക്കുക. Now substitute the values of this R0 and R in the expression that we have already found. ഏതായിരുന്നു എക്സ്പ്രഷൻ? K is equal to 2.303 by T log the molar concentration of R0 by the molar concentration of R. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ R0 എന്ന് പറയുന്നത് A ആയിട്ട് എഴുതി. ഇപ്പോ R എന്ന് പറയുന്നത് A minus X ആണ്. And this is the alternative form for this rate constant expression for first order reaction. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. നമുക്ക് പ്രോബ്ലംസ് വരും, ഉറപ്പാണ്. പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള എക്സ്പ്രഷനിൽ നിന്ന്. അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു പോണം. അപ്പൊ നമ്മള് ഒരു ആൾട്ടർനേറ്റീവ് ഫോം കണ്ടു. ഇനി നമുക്ക് ഒരു എക്സ്പോണൻഷ്യൽ ഫോമും കൂടി പഠിക്കേണ്ടതുണ്ട്. അപ്പോ എക്സ്പോണൻഷ്യൽ ഫോം നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഈ ഒരു എക്സ്പോണൻഷ്യൽ ഫോം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പ്രഷൻ ആദ്യമേ അറിയാം. അതായത് നേരത്തെ നമ്മൾ ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ ഇങ്ങനെ ഒരു ഡെറിവേഷനില് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 by R is equal to KT. ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് ഈ എക്സ്പോണൻഷ്യൽ ഫോമിലേക്കായിട്ട് മാറ്റണം. ഇപ്പൊ എക്സ്പോണൻഷ്യൽ ഫോമിലേക്കായിട്ട് മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 by R is equal to E raised to KT ആണെന്ന്. അതായത് ഈ നാച്ചുറൽ ലോഗ് നമ്മൾ ഇവിടുന്ന് മാറ്റുമ്പോ ഇത് E raised to KT എന്നായിട്ട് മാറും. ഇതാണ് എക്സ്പോണൻഷ്യൽ ഫോം. ഓക്കെ, E raised to KT. ഇനി ഈ ഫോമിനെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കൂട്ടോ. The molar concentration of R divided by molar concentration of R0 is equal to E raised to minus KT എന്ന് എഴുതി. അപ്പൊ ഞാൻ എന്ത് വ്യത്യാസം ഇവിടെ വരുത്തിയത്? ഈ ആറിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നു, ഈ R0നെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ വന്ന ചേഞ്ച് എന്താ? E raised to KT എന്നുള്ളത് അത് മൈനസ് KT ആയിട്ട് മാറി. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. And finally we get the molar concentration of R is equal to the molar concentration of R0 E raised to minus KT, and this is the exponential form. Okay, അപ്പോ ഈ ഒരു എക്സ്പോണൻഷ്യൽ ഫോം ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതണം. ഈ രീതിയിലാണ് നമ്മളത് ഡിറൈവ് ചെയ്ത് ഈ എക്സ്പ്രഷനിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, അവിടെ നമ്മള് K is equal to 2.303 by T എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ എഴുതി പോയാൽ അത് തെറ്റാണ്. ഈ രീതിയിൽ തന്നെ എഴുതണം. അപ്പൊ അവർ പ്രത്യേകം എടുത്ത് ചോദിക്കും എന്താണ് എക്സ്പോണൻഷ്യൽ ഫോം ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ തന്നെ എഴുതണം, മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ചെക്ക് ദ വാലിഡിറ്റി ഓഫ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഗ്രാഫിക്കലി. അതായത് നമുക്കിനി വേണ്ടത് ഒരു ഗ്രാഫിക്കൽ പ്ലോട്ട് ആണ്. നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ട് ഒക്കെ പഠിച്ചില്ലേ? അതേപോലെയുള്ള ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടും ഈ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കിട്ടുന്നത്? അതിന് നമുക്ക് എന്താണ് അത്യാവശ്യം അറിയേണ്ടത്? അറിയാമോ? ദ ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ ദിസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഡിറൈവ് ചെയ്തില്ലേ? ആ ഒരു എക്സ്പ്രഷൻ അത് ഏതായിരുന്നു? ln the molar concentration of R is equal to minus KT plus ln the molar concentration of R0. This is the integrated rate equation for the first order reaction, and this equation is similar to y is equal to mx plus c, and this is the equation for a straight line. അല്ലേ? ഇതൊരു straight line equation ആണ്. So when we plot a graph of log the molar concentration of R against T, എങ്ങനെയാ കിട്ടുന്നത്? y ആക്സിസില് ln R. അപ്പൊ ln R എടുത്തു,
ഇനി എക്സ് എന്ന് പറയുന്നത് ഇവിടെ ടി ആണ്. അപ്പോ ടി എക്സ് ആക്സിസിൽ എടുത്തു. ഇനി നമ്മൾക്ക് എന്താണ് അറിയേണ്ടത്? എം എന്താ മക്കളെ? ദിസ് ഈസ് സ്ലോപ്പ്. അപ്പോ നമുക്ക് കിട്ടിയ എക്സ്പ്രഷനിലെ എം എന്തായിരിക്കും? അപ്പോ ദിസ് ഈസ് മൈനസ് കെ. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സ്ലോപ്പ് ആണ് അല്ലെ? നെഗറ്റീവ് സ്ലോപ്പ് ആണെന്ന് പറയുമ്പോ തന്നെ നമ്മള് സ്ട്രെയിറ്റ് ലൈൻ ആണ്, നെഗറ്റീവ് സ്ലോപ്പും കൂടി ആവുമ്പോ താഴത്തേക്ക് വരുന്ന രീതിയിലാണ് ആ ഗ്രാഫ് വരുന്നത്, ആ ഒരു പ്ലോട്ടിൽ അല്ലെ. ഇനി സി എന്ന് പറയുന്നത് അവിടെ ഏതാണ്? ഇന്റർസെപ്റ്റ് ആണ്. അപ്പോ ഈ ഒരു LNR0 ഇത് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്? ഇന്റർസെപ്റ്റിനെയാണ്. അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്? ശ്രദ്ധിച്ചേ, നോക്കൂ, ഇങ്ങനെ വരും താഴത്തേക്ക്. അതായത് 0 ടൈമില് കോൺസെൻട്രേഷൻ ഹൈ ആണെന്ന് കാണിക്കാനാണ്. അപ്പോ LN ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് വെരി ഹൈ എന്ന് കാണിക്കുന്നതാണിത്. അപ്പോ ദിസ് റെപ്രസെന്റ് ദ ഇന്റർസെപ്റ്റ്. ആൻഡ് ഇവിടെ വെച്ച് നമുക്ക് എന്ത് കിട്ടും? K is equal to മൈനസ് സ്ലോപ്പ്. ട്രയാങ്കിൾ ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് നമ്മള് ആ ഒരു K കണ്ടുപിടിക്കും. അപ്പൊ അത് മൈനസ് ആയിട്ടാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഗ്രാഫിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇതേപോലെ തന്നെ ഒരു ഗ്രാഫ് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എന്തായിരുന്നു മക്കളെ വ്യത്യാസം? ആ ഗ്രാഫില് ഇതേപോലെ തന്നെ സ്ലോപ്പ് നെഗറ്റീവ് ആയിട്ട് വരുന്നു, പക്ഷേ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നതിന് വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ എടുക്കുന്ന y ആക്സിസിലുള്ള LNR ആയിരുന്നോ? അല്ല, അവിടെ എന്തായിരുന്നു? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ആയിരുന്നു. അഗെയിൻസ്റ്റ് ടൈം തന്നെ നമുക്കൊരു പ്ലോട്ട് കിട്ടി. ഇവിടെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ആയിരുന്നു ഇന്റർസെപ്റ്റ്. അപ്പോ ഒരു കാരണവശാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല. നമുക്ക് ഗ്രാഫ് തന്നിട്ട് അത് ഏത് ഓർഡറാന്ന് ചോദിക്കും. അപ്പോ LNR അഗെയിൻസ്റ്റ് ടി ആണെങ്കിൽ അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R അഗെയിൻസ്റ്റ് ടി ആണെങ്കിൽ അതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഈ രണ്ട് റിയാക്ഷനുകളിലും സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഓക്കെ, ഒരിക്കലും തെറ്റിക്കരുത്. ഇന്റർസെപ്റ്റും ഈ പറഞ്ഞ പോലെ വ്യത്യാസമുണ്ട്. സീറോ ഓർഡർ റിയാക്ഷൻ, ഇത് സീറോ ഓർഡർ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റർസെപ്റ്റ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ആണെങ്കിൽ ഇവിടെ LN മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ തെറ്റില്ലല്ലോ. ഓക്കെ, നമ്മൾ ഇപ്പോൾ തന്നെ ഒരു ഗ്രാഫ് പഠിച്ചു കഴിഞ്ഞതാണ്. ആൻഡ് ദാറ്റ് ഗ്രാഫ് വാസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ LNR അഗെയിൻസ്റ്റ് ടൈം ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി, അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ലോപ്പ് ഉണ്ട്, അത് നെഗറ്റീവ് സ്ലോപ്പ് ആണെന്ന് മനസ്സിലായി. അത് മാത്രല്ല ഒരു ഇന്റർസെപ്റ്റും നമുക്ക് അവിടെ കിട്ടുകയുണ്ടായി. ഇനി നമുക്ക് മറ്റൊരു ഗ്രാഫിക്കൽ പ്ലോട്ടും കൂടി പഠിക്കേണ്ടതുണ്ട്. അത് ഏതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണെന്ന് നോക്കൂ കേട്ടോ. ലോഗ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എഗെയിൻസ്റ്റ് ടൈം. അതായത് നമ്മൾ നേരത്തെ പഠിച്ചത് LNR അഗെയിൻസ്റ്റ് ടി ആയിരുന്നെങ്കിൽ ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താ? ലോഗ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ R അഗെയിൻസ്റ്റ് ടൈം ആണ്. ഈ ഒരു ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. K is equal to 2.303 by T log the molar concentration of R0 by the molar concentration of R. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് ആ ഒരു നാച്ചുറൽ ലോഗിനെ ലോഗ് ടു ദ ബേസ് 10ലേക്ക് കൺവേർട്ട് ചെയ്ത ഫോമാണിത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലോഗ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഇസ് ഈക്വൽ ടു KT ഡിവൈഡഡ് ബൈ 2.303. ഈ ഒരു ഫോമിലേക്ക് എത്തും. ആൻഡ് ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് y ഇസ് ഈക്വൽ ടു mx. ഇവിടെ പ്ലസ് c എന്ന് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഇന്റർസെപ്റ്റ് ഹിയർ. അപ്പോ y എന്ന് പറയുന്നത് ഇവിടെ ലോഗ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ R ഉം m എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? K ബൈ 2.303 ആണ്. x എന്ന് പറയുന്നത് ഇവിടെ t ആണ്. സോ when we plot a graph between this log the molar concentration of R0 by the molar concentration of R against time, you will get a straight line. സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. അത് പോസിറ്റീവ് സ്ലോപ്പ് ആണോ നെഗറ്റീവ് സ്ലോപ്പ് ആണോ കിട്ടുന്നത്? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ പോസിറ്റീവ് സ്ലോപ്പ്. കാരണം എന്താ? m എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ആണ്. ആൻഡ് ദർ ഇസ് നോ ഇന്റർസെപ്റ്റ് ഹിയർ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നാണ്. നോക്കൂ. ആൻഡ് ഇവിടെ എന്താ സ്ലോപ്പ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് സ്ലോപ്പ് ഹിയർ?
T is K by 2.303. അപ്പൊ ഇതും എക്സാമിന് ചോദിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഈ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എടുക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ LN/R അഗെയിൻസ്റ്റ് T വെച്ച് ചെയ്തപ്പോ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്ലോപ്പാണ് കിട്ടിയിരുന്നത് അല്ലെ, നെഗറ്റീവ് സ്ലോപ്പാണ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ നെഗറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ട് താഴേക്ക് വരുന്ന രീതിയിലാണ്. എന്നാൽ ഇവിടെ M എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഇത് മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കേണ്ടത്. അത് മാത്രമല്ല ഇവിടെ ഒരു ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞത് ഇല്ല. ഓക്കെ, അപ്പോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാഫ് ലൈഫ് പീരീഡ് ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. കഴിഞ്ഞ ദിവസം ഹാഫ് ലൈഫ് പീരീഡ് ഫോർ ദ സീറോ ഓർഡർ റിയാക്ഷൻ പഠിച്ചിരുന്നത് ഓർമ്മയുണ്ടോ? അപ്പൊ നമ്മളൊരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ T half ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് കോൺസ്റ്റന്റ്. ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ ഹാഫ് ലൈഫ് പീരീഡിലൂടെ, അതും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലൂടെ നമുക്ക് മനസ്സിലാവുന്നതെന്ന്. എന്താണ് ഹാഫ് ലൈഫ് പീരീഡ്? ഇറ്റ് ഈസ് ജസ്റ്റ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ ഹാഫ് ഓഫ് എ റിയാക്ഷൻ. അതായത് നമ്മൾ തുടക്കത്തില് എത്ര കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നോ അത് പകുതി ആവാൻ വേണ്ടിയിട്ട് എടുത്ത സമയം, അതാണ് T half എന്ന് പറയുന്നത്. T halfന് ഒരു എക്സ്പ്രഷൻ കണ്ടെത്തണ്ടേ നമുക്ക്? അതെങ്ങനെയാ ചെയ്യാ? അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഇത്. അപ്പൊ ഒരിക്കലും ഇത് മറക്കരുത്. K is equal to 2.303 by T log the molar concentration of R0 by R. ഇനി എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? T എന്ന് പറയുന്നത് T half ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് അറ്റ് എനി ടൈം എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ആണല്ലോ. അപ്പോ T ഹാഫ് ആകുമ്പോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്തായിട്ട് മാറും? അത് പകുതിയാവും. ദാറ്റ് മീൻസ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 by 2 ആയിട്ട് മാറും. കാര്യം മനസ്സിലായില്ലേ? തുടക്കത്തില് R0 ആയിരുന്നു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. പകുതി സമയം കഴിഞ്ഞപ്പോ ആ പകുതി റിയാക്ടന്റും അവിടെ റിയാക്ട് ചെയ്തു പോയി. അപ്പോ നിലവില് ഇപ്പോ എത്രയാണ് ആ ഒരു റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് R0 by 2. ഇനി നമുക്ക് ഇവിടെ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, K is equal to 2.303 divided by T ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? T half log the molar concentration of R0 divided by the molar concentration of R0 by 2. ഓക്കെ, R0യും R0യും ക്യാൻസൽ ചെയ്തു പോയി. ഇനി നമുക്ക് എന്താ കിട്ടുക നോക്കൂട്ടോ. K is equal to 2.303 divided by T half into log 2 എന്ന് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കുക, log 2 എന്ന് പറഞ്ഞാൽ 0.3010 ആണ്. This is the value for log 2. So just substitute the value of log 2 in this expression. പിന്നെ നമുക്ക് കാണേണ്ടത് T half ആണല്ലോ. അപ്പൊ നമ്മള് T half is equal to 2.303 divided by K log 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T 0.3010. And finally we will get the answer as 0.693 divided by K. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഫൈനലായിട്ട് എക്സ്പ്രഷൻ നോക്കൂ. T half is equal to 0.693 divided by K. This is the expression for half-life period for a first order reaction. And look, T half is independent on the initial concentration of the reactant. Depend ചെയ്യുന്നില്ല. ഇവിടെ ഏതെങ്കിലും ടേം ഉണ്ടോ കോൺസെൻട്രേഷന്റെ? ഇല്ല. അതായത് ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റിയാക്ഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇറ്റ് ഡസ് നോട്ട് ഡിപെൻഡ് അപ്പോൺ ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. എന്നാൽ സീറോ ഓർഡർ റിയാക്ഷൻ അങ്ങനെ ആയിരുന്നില്ല. T half എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. അതുകൊണ്ട് തന്നെ
വളരെ ഒരു ഡിഫറൻസ് ഉണ്ട് സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും തമ്മില്. അപ്പോ ഈ ഒരു എക്സ്പ്രഷൻ മനസ്സിലായല്ലോ. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യും. അത് അടുത്ത സെഷനിലാണ് ഞാൻ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ആ ഒരു പ്രോബ്ലം സെഷൻ കാണാതെ ഇരിക്കരുത്. ഞാൻ വീഡിയോ ചെയ്യും. പല കുട്ടികളും പ്രോബ്ലംസ് ചെയ്യുന്ന വീഡിയോസ് അധികം കാണണില്ല. പക്ഷെ നിങ്ങളത് കാണണം. കണ്ടാൽ മാത്രമാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് കേട്ടോ. ഞാൻ ഈ ഒരു സെഷൻ വളരെ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോബ്ലംസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം സീറോ ഓർഡർ റിയാക്ഷനും ഇന്ന് നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ജസ്റ്റ് ഇതിന്റെ ഒരു കമ്പാരിസൺ ആണ്. നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് നോക്കൂ, സീറോ ഓർഡർ റിയാക്ഷന്റെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് dr/dt = k. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് മൈനസ് dr/dt = k × r എന്നാണ്. ഓക്കെ, അതായത് ഇവിടെ r⁻0 വരും. r⁻0 എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ r⁻1 എന്ന് പറഞ്ഞാൽ അത് 6 തന്നെയാണ്. ഞാൻ r⁻0 എന്ന് എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല, ശരിയാണ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r = -kT പ്ലസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r0. എന്നാൽ ഇതിൽ നോക്കൂ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് ആ ഒരു വ്യത്യാസം കണ്ടോ? കമ്പയർ ചെയ്യൂ കേട്ടോ. സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് s⁻⁻1, ചിലപ്പോ മോളാർ s⁻⁻1 എന്നും എഴുതാം. മോൾ പെർ ലിറ്റർ എന്ന് പറയുന്നത് മോളാർ അല്ലേ, അപ്പൊ മോളാർ s⁻⁻1 എന്ന് എഴുതാം. ഫസ്റ്റ് ഓർഡറിന് s⁻⁻1 ആണ്. ഇനി റേറ്റ് കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ ഫോർ സീറോ ഓർഡർ ഈസ് k = r0 - r/t and for first order k = 2.303/t log r0/r. ഇനി ആൾട്ടർനേറ്റീവ് ഫോം ഫോർ ദി സീറോ ഓർഡർ റിയാക്ഷൻ k = x/t. ഇപ്പൊ x/t എങ്ങനെയാ കിട്ടുന്നത്? a - x എന്ന് പറഞ്ഞത് ഈ എയും എയും ക്യാൻസൽ ചെയ്ത് പോയി. മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുന്നത് x ആണ്. സോ x/t. അപ്പൊ ദിസ് ഈസ് ദ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. അതും മനസ്സിലാക്കി വെക്കുക. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ആൾട്ടർനേറ്റീവ് ഫോം ആണ് k = 2.303/t log a/a - x. ഇനി ഗ്രാഫിക്കൽ പ്ലോട്ട്. ഇവിടെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r against t ആണെങ്കിൽ ഈ കേസിൽ ln മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r against t ആണ്. സ്ലോപ്പ് ഒക്കെ ഒരേപോലെയാണ്. അതിന്റെ പ്ലോട്ടുകളൊക്കെ വരുന്നത് നെഗറ്റീവ് ആണ്. k എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഇവിടെയും k എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ശരിക്കും നിങ്ങൾക്ക് ഇതിനെ കമ്പയർ ചെയ്ത് പഠിക്കാൻ സാധിക്കും. ശരിക്കും യൂസ്ഫുൾ ആണത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഏതൊക്കെ എക്സാമ്പിളുകൾ വരുന്നത് ഞാൻ മുൻപ് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് അല്ലെ. അതായത് ഡീകമ്പോസിഷൻ ഓഫ് N2O5, പിന്നെ നമ്മുടെ എല്ലാ റേഡിയോ ആക്റ്റീവ് ഡീക്കേകളും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. എല്ലാ റേഡിയോ ആക്റ്റീവ് ഡീക്കെ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ നാച്ചുറൽ റേഡിയോ ആക്റ്റീവ് ഡീക്കെ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്റ്റീവ് ഡീക്കെ. ഹൈഡ്രോജനേഷൻ ഓഫ് എത്തീൻ എന്ന് പറയുന്നതും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയും എക്സാമ്പിൾസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഇതുവരെ ഞാൻ എടുത്തു തന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കണേ. ഓരോ കാര്യങ്ങളും ഇതിൽ നിന്ന് പരമാവധി, അതായത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പരമാവധി വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതെങ്കിലും കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഇന്നത്തെ ഈ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനൊരു ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, അത്രയും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.